ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസാസ് കിച്ചൺ. ഇന്നിവിടെ ഞാൻ വന്നിട്ട് പിസ്സൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. മാവ് കുഴക്കേണ്ട, വീട്ടിൽ ആവശ്യമുള്ള സാധനം വെച്ച് നമുക്ക് പെട്ടെന്ന് പിസ്സ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി വെച്ച ചിക്കനാണ്. ഇനി നമുക്കതിലേക്ക് അതിനാവശ്യമുള്ള ഫ്രൈ ചെയ്യാനുള്ള മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ സ്വതവേ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് ഇടുന്നത്, ആവശ്യം ഇട്ടാൽ മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടാകട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ മൊത്തം അതിൽ തന്നെ ഒരു പാനിൽ തന്നെ വെച്ചിട്ടൊന്ന് പെട്ടെന്ന് ഫ്രൈ, ചെറിയ ചെറിയ പീസല്ലേ, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പിസ്സക്ക് വേണ്ടി നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് കാണാം. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുറി തക്കാളി, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇതാണ് എടുത്ത്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ് ഇടാനുള്ളത്. പിസ്സയിൽ ക്യാപ്സിക്കം ഇടുമോ, പിന്നെ നമ്മൾ പെട്ടെന്ന് വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പം ഉണ്ടെങ്കിൽ ഇടുക. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഫില്ലിങ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ആ പാനിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുന്നത് പിസ്സൻ്റെ. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മല്ലിയും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഫില്ലിങ്ങിന് അതിലത്തെ ആവശ്യമുള്ള ഉപ്പിടണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. എല്ലാം മിക്സാക്കി ഉപ്പെല്ലാം. പിന്നെ നമ്മൾ ഫില്ലിങ്ങുമായിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ചില്ലിക്ക് ഉണ്ടാക്കുന്ന പോലെയാണ്, കുറച്ച് വെലിങ്ങനായിട്ട്. അത്രയും ഇല്ലെങ്കിലും കുറച്ചും കൂടി വലിയ പീസാക്കിയിട്ടാണ് ഉള്ളി കട്ട് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി പീസൊക്കെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചെറിയ ചെറിയ സാധാ നമ്മളെ എന്താ പറയുക, ഓരോ നമ്മൾ ഫില്ലിങ് വേറെ ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് ഉള്ളി ചെയ്തും കട്ടി നല്ലത് പിസ്സക്ക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യുന്നിട്ട് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ട് ഇത്ര മതി, അധികം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സോയാ സോസ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ എടുത്ത ഫില്ലിങ് കണക്കാക്കി കുറച്ച് സോയാ സോസ് ഒഴിച്ചു. അളവൊന്നും പ്രത്യേകിച്ച് പറയാനറിയില്ല. പിന്നെ അതേപോലെ കുറച്ച് സോസും നിങ്ങൾ ടേസ്റ്റിന് പോലെ എടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതുപോലെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്യാം കേട്ടോ. അത്ര മതി. നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചാലും ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ പിസ്സൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കേട്ടോ, അടിപൊളിയായിട്ട് നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ബാറ്റർ തയ്യാറാക്കാം. പിസ്സയ്ക്ക് വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മൈദ, അതേപോലെ 1/2 കപ്പ് പാൽ. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അത് കണക്കിനാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ 2 മുട്ടയ്ക്കുള്ളതുകൊണ്ട് 1/2 കപ്പ് പാൽ, 1/2 കപ്പ് മൈദ എടുത്തത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുമ്പോൾ കണക്കിലാക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ നമ്മളെ ബാറ്ററിൽ കുറച്ച് ഉപ്പിടണം കേട്ടോ. എന്നിട്ട് വീഡിയോ കാണിക്കാൻ മറന്നു നോക്കി കുറച്ച് ഉപ്പ് കൂടി ബാറ്ററിലിട്ടിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിൽ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബട്ടർ മെൽട്ടായി കൊണ്ടിരിക്കുകയാണ്. ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ബാറ്ററി അടിച്ച് വെച്ച് ബാറ്ററി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ച തേച്ചും അതിലേക്ക് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചിട്ട് വെക്കാം. കുറച്ച് സമയം അടച്ച് വെച്ചാൽ മതി. എന്നാൽ നമുക്ക് തുറന്നതിന് ബാക്കി നമുക്കതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് അതിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൽ ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് കാക്കാം. ഇനി നമ്മൾ പിസ്സയിലേക്ക് ഇടുന്നത് നമ്മൾ ചീസാണ് കേട്ടോ. മോശക്ക ചീസാണ്. ചീസില്ലാണ്ട് നമ്മൾ പിസ്സ ശരിയാവുകയില്ല. അപ്പോൾ ചീസ് നിർബന്ധം കേട്ടോ. നമ്മൾ ക്യാപ്സിക്കോ ബാക്കിയുള്ള സംഭവം ഇല്ലെങ്കിലും ചീസ് എന്തായിട്ട് നിർബന്ധം, എന്നാലും നമ്മളെ പിസ്സ ആവുള്ളൂ. അപ്പോൾ ചീസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിസ്സ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിസ്സയിൽ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ബാറ്റർ ഒഴിച്ചത് ഫ്ലെയിം ലോയിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പിസ്സ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ പിസ്സ റെഡിയായി നമ്മൾ വേറെ പാത്രത്തേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ചീസ് നിർബന്ധമാണ്, അതില്ലാണ്ട് പിന്നെ ബിസി ആവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത്. ഓക്കെ, ബൈ.